പുതിയൊരു ചാണക്യതന്ത്രത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 56/2025 എ കോഡ് ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ, 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ഓപ്ഷൻ ബി, 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. ഓപ്ഷൻ സി, 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ഓപ്ഷൻ ഡി, 1914 മന്നത്ത് പത്മനാഭനാണ് NSS സ്ഥാപിച്ചത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ചോദ്യം വായിച്ചു. ഏറ്റവും സിമ്പിൾ ചോദ്യമായിരുന്നു. ഓക്കെ, ഏതാണ് 56/2025 ചോദിച്ച ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്. ആഴത്തിലൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് വായിച്ചു പോയവർക്ക് തന്നെ ആൻസർ കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണ്. എന്താണ് ഓപ്ഷൻ തന്നെ വായിച്ചോ. എന്താണ് എന്നതാണ് അതിലെ തെറ്റ്. ഓക്കെ, ആരാ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണെന്ന് അറിയാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ആദ്യമായിട്ട് നോക്കേണ്ടത് SNDP. എന്താ ഫുൾ ഫോം? SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ച വർഷം 1903 മെയ് 15. ഓർത്ത് വയ്ക്കണം, രൂപീകരിച്ചതോ 1903 മെയ് 15. ക്ലിയർ? ആജീവനാന്ത പ്രസിഡന്റ് ആരാണ്? ആജീവനാന്ത ശ്രീനാരായണ ഗുരു. സിമ്പിൾ ആണ്. ആജീവനാന്ത പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരു. ആദ്യ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ കുമാരനാശൻ. ഓർത്ത് വെച്ചോണം. അപ്പൊ ഇതിന്റെ ടെസ്റ്റ് അടുത്ത് വരുന്ന പോയിന്റുകളിൽ നിങ്ങൾ മനസ്സിലാവും. അപ്പൊ SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശൻ. മറന്നു പോരുത്. ഓക്കെ, SNDPയുടെ മുഖപത്രം ഏതാണ്? വിവേകോദയം. ഏതാണ്? വിവേകോദയം. സ്ഥാപിച്ചതാരാണ്? കുമാരനാശാണ്. കേട്ടോ, വിവേകോദയം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാലാണ് കുമാരനാശൻ. മാറിപ്പോരുത്, മറന്നു പോരുത്, ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇപ്പൊ SNDP സ്ഥാപിച്ച വർഷം 1903 മെയ് 15. 1903 മെയ് 15. ഡേറ്റ് ഓർത്തു വയ്ക്കണം, മറന്നു പോകരുത്. മെയ് 15. ക്ലിയർ? ഓക്കെ, SNDPയുടെ ഫുൾ ഫോം ധർമ്മ പരിപാലന സംഘം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. ഓക്കെ, ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്ന ഏതാണോ? മറന്നു പോരുതോ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. വിവേകോദയം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരനാശാനാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശാണ്. SNDPയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ഓക്കെ, അടുത്ത പോയിന്റ് പോകാം. തൈക്കാട് അയ്യ സ്ഥാപിച്ചൊരു സംഘടനയുണ്ട്. തൈക്കാട് അയ്യ സ്ഥാപിച്ച സംഘടന അറിയാമോ? ശൈവ പ്രകാശ സഭ. ഏതാണ്? ശൈവ പ്രകാശ സഭ. ഓക്കെ, തൈക്കാട് അയ്യ സ്ഥാപിച്ച സംഘടന എന്ന് ചോദിച്ചാൽ ശൈവ പ്രകാശ സഭ. ആരുമായി ചേർന്നാണ് തൈക്കാട് അയ്യ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത്? അറിയില്ല? ഇല്ല, ഇല്ല. എല്ലാം പറഞ്ഞ ഓപ്ഷൻ എല്ലാം തീർന്നു. ഓപ്ഷൻ ഈ പറയുന്ന ഉത്തരങ്ങളായിരിക്കും, നിങ്ങൾ പറയുന്ന ഫസ്റ്റ് ഉത്തരങ്ങളായിരിക്കും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും. കേട്ടോ, അപ്പൊ തെറ്റാണ്, ശ്രദ്ധിക്കുക. മനോമണിയം സുന്ദരം പിള്ള. മനോമണിയം സുന്ദരം പിള്ളയാണ് സഹായത്തോടെയാണ് ആര്? തൈക്കാടയ്യ ഏത് സ്ഥാപിക്കുന്നത്? ശൈവ പ്രകാശ സഭ സ്ഥാപിക്കുന്നത്. ഏത് സ്ഥാപിക്കുന്നത്? ശൈവ പ്രകാശ സഭ സ്ഥാപിക്കുന്നത്. ക്ലിയർ ആണോ? ഈ മനോന്മണിയം സുന്ദരം പിള്ളയ്ക്ക് ഒരു വേറൊരു പ്രത്യേകതയുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അറിയാമോ? തിരുവിതാംകൂറിലെ ആദ്യ MA ബിരുദധാരിയാണ് മനോന്മണിയം സുന്ദരപിള്ള. ക്ലിയർ? ഓക്കെ, തിരുവിതാംകൂറിലെ ആദ്യ MA ബിരുദധാരിയാണ് ആര്? മനോന്മണിയം സുന്ദരപിള്ള. ക്ലിയർ? ഇപ്പൊ രണ്ട് സംഘടന നമ്മൾ നോക്കി, അടുത്ത് വെച്ചോണം. ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചൊരു സംഘടനയുണ്ട്. ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ. ക്ലിയർ? ആരെ സ്ഥാപിച്ചു? ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ചതാണോ ആനന്ദ മഹാസഭ. ക്ലിയർ? ഏത് വർഷം അറിയാമോ? ഇല്ല, 1918. 1918. ഓർത്തു വയ്ക്കുക, ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയാണ് ആനന്ദ മഹാസഭ. സ്ഥാപിച്ച വർഷം 1918. ആദ്യ പ്രസിഡന്റ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി. ക്ലിയർ? അടുത്ത ആദ്യ സെക്രട്ടറി ആര്? അറിഞ്ഞൂടാ. ആദ്യം ആർക്കെങ്കിലും അറിയാം? ആർക്കെങ്കിലും? ഇല്ല, അറിയില്ല. T. രാമപ്പണിക്കർ. T. രാമപ്പണിക്കർ. ക്ലിയർ?
ഇപ്പോ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്ത് സ്ഥാപിച്ചത്? ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്. ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദ ശിവയോഗി എന്നറിയാം. ആദ്യ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ടി രാമപ്പണിക്കർ. ക്ലിയർ? അടുത്ത പോയിന്റിലേക്ക് പോവാം. CMI സഭ സ്ഥാപിച്ചതാരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ CMI സഭ സ്ഥാപിച്ചത്. എന്താണ് CMI യുടെ ഫുൾ ഫോം? കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ഓർത്തു വയ്ക്കുക, കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മറന്നു വരുത്, തലയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. CMI സഭ സ്ഥാപിച്ചതോ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ക്ലിയർ? അപ്പൊ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജം. ഓക്കെ, കേരളത്തില് എന്താണ് സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ പ്രസ്ഥാനമാണ് ഏത്? സമത്വ സമാജം. സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സ്ഥിരം PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, ഓർത്തു വയ്ക്കാം. ആരാ സ്ഥാപിച്ചതോ? വൈകുണ്ഠ സ്വാമികൾ. വർഷം 1836. ബാക്കി പറയാൻ കഴിയാത്തവര് ശ്രദ്ധിച്ചോളൂ. 1836 ആര് സ്ഥാപിച്ചതോ? വൈകുണ്ഠ സ്വാമികൾ. ഏത് സ്ഥാപിച്ചു? സമത്വ സമാജം സ്ഥാപിച്ചു. ക്ലിയർ? ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് തലച്ചോറിൽ ഓർമ്മിക്കുക, ഒന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാടേ. ഓക്കെ, അടുത്ത പോയിന്റ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം 1917. ഓർത്തു വയ്ക്കുക, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1917. ഓക്കെ, അപ്പൊ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? അല്ല, അഭിനവ കേരളം. മാറിപ്പോരുതോ, അഭിനവ കേരളം. ക്ലിയർ? വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടന. പൊയ്കയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അറിയാമോ? കിട്ടുന്നില്ല. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരാ സ്ഥാപിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ്. വർഷം 1909. ക്ലിയർ? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. ആരെ സ്ഥാപിച്ചെന്ന് ചോദിച്ചാൽ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, മുഖപത്രം ഏത്? യെസ്, ആദ്യാർ ദീപം. ഓർത്തു വെച്ചോ, ആദ്യാർ ദീപം. ക്ലിയർ? ഏതിന്റെ മുഖപത്രമാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അതിന്റെ ഷോർട്ട് ഫോം ആണ് PRDS. ഓക്കെ, PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ മുഖപത്രമാണ് ആദ്യാർ ദീപം. ക്ലിയർ? അടുത്ത പോയിന്റിലേക്ക് പോകാം. VT ഭട്ടതിരിപ്പാട് ഒരു സ്ഥാപിക്കുന്നുണ്ട് ഒരു സംഘടന. ഏതാണത്? യോഗക്ഷേമ സഭ. ആര് സ്ഥാപിച്ചെന്ന് വെച്ചാൽ VT ഭട്ടതിരിപ്പാട് സ്ഥാപിച്ചതാണ്. ഏത് വർഷമാണ്? 1908 ജനുവരി 1. 1908 ജനുവരി 31. എവിടെയാന്ന് ചോദിച്ചാൽ ആലുവയിലാണ്. എവിടെയാണ്? ആലുവ എവിടെയാണ്? എറണാകുളം. ക്ലിയർ? ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ സിമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് PSCയുടെ മെയിൻ ഇതെന്ന് പറയുന്നത്. നമുക്ക് എളുപ്പമുള്ള സാധനം ഇട്ടേരും, പക്ഷെ നമ്മൾ അവിടെ കൺഫ്യൂഷൻ ആയിപ്പോ മറന്നു പോരുത്. ഓക്കെ, അപ്പൊ യോഗക്ഷേമ സഭ സ്ഥാപിച്ച ആരെന്ന് വെച്ചാൽ VT ഭട്ടതിരിപ്പാട്. ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 8 ജനുവരി 31. എവിടെയാണ് സ്ഥാപിച്ചത്? ആലുവയിലാണ്. മുഖപത്രമേത്? മംഗളോദയം. വീണ്ടും ട്വിസ്റ്റ് ആണ് കേട്ടോ. മംഗളോദയം. ക്ലിയർ? ഓർത്തു വയ്ക്കാം, ഏതാണ്? മംഗളോദയം. മറന്നു പോരുതോ. ഇപ്പൊ യോഗക്ഷേമ സഭ സ്ഥാപിച്ചതോ VT ഭട്ടതിരിപ്പാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1908 ജനുവരി 31. എവിടെയെന്ന് ചോദിച്ചാൽ ആലുവ എവിടെയെന്ന് ചോദിച്ചാൽ എറണാകുളത്താണ്. മുഖപത്രം ഏതെന്ന് ചോദിച്ചാൽ മംഗളോദയം. ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നതാണ്. അപ്പൊ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കൾ ആരൊക്കെ? ആരൊക്കെയാണ്? അബ്ദുൾ റഹ്മാൻ. എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ക്ലിയർ?
എന്നാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത്? രണ്ടാമത്തെ പ്രാവശ്യമാണ് കേരളത്തിൽ വന്ന ഗാന്ധിജി. എന്നാണ് കണ്ടുമുട്ടിയത്? 1925 മാർച്ച് 12. മാർച്ച് 12 ഓർത്ത് വയ്ക്കണം. 1925 മാർച്ച് 12 ആരൊക്കെ കണ്ടുമുട്ടിയത്? ശ്രീനാരായണ ഗുരു ഗാന്ധിജി കണ്ടുമുട്ടിയത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇവിടെ നമ്മൾ 100 വർഷം പഠിച്ചില്ലേടേ? ഏതിനു പഠിച്ച്? വൈക്യസതീരം. സെയിം ഇത് തന്നെയാണ് ഇതിനും എഫക്ട് ഉണ്ടാവുന്നത്. എന്താണ് പ്രത്യേകത? കണ്ടുമുട്ടിയത് 100 വർഷം തികഞ്ഞു. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഏത് വർഷമാണ്? 2025 മാർച്ച്. ക്ലിയർ ആണോ? അപ്പൊ 2024 100 വർഷം തികഞ്ഞത് ഏതാണ്? വൈക്യസതീരവും. 2025 100 വർഷം തികഞ്ഞതോ? കണ്ടുമുട്ടിയത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എത്ര പ്രാവശ്യം ഗാന്ധി കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം. ഏതൊക്കെ വർഷമാണെന്ന് അറിയാമോ? 1920, 1925, 1927, 1934, 1937. ഓക്കെ, 5 പ്രാവശ്യം വന്നിട്ടുണ്ട്. വർഷങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോവാം. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ മറ്റേ വർഷങ്ങൾ പഠിച്ചത് മറന്നു പോകരുത്. തിരിച്ചു പോകുമ്പോൾ ആ വർഷങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കണം. കേരള മത നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകളും അതിന്റെ വർഷങ്ങളും രൂപീകരിച്ച വ്യക്തികളും മുഖപത്രവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വരുമ്പോൾ അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ സംഗമത്തിന്റെ എത്ര വർഷം നമ്മൾ പറഞ്ഞു? ശ്രീനാരായണ ഗുരു ആര്? ഗാന്ധിജിയുടെ കണ്ടുമുട്ടിയതിന്റെ 100 വർഷം. ക്ലിയർ. അപ്പൊ എന്നാണ്? 1925 മാർച്ച് 12. എവിടെ വെച്ച് നമ്മൾ പഠിച്ചു? എവിടെയാണ്? ശിവഗിരി മഠത്തിൽ വെച്ചാണ്. എവിടെയാണ്? ശിവഗിരി മഠത്തിലാണ്. ഒരാൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഭാഗ്യം. ഓക്കെ, ശിവഗിരി മഠത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ക്ലിയർ ആണോ? എന്നാൽ കണ്ടുമുട്ടിയ സ്ഥലത്തിനൊരു പേരിട്ടിരുന്നു. ആ കണ്ടുമുട്ടിയ ഒരു സഭാ ഹാൾ ഉണ്ടാവുമല്ലോ, അതിന് ആ സമയത്ത് ഒരു പേര് കൊടുത്തിരുന്നു. അറിയാമോ? ഗാന്ധ്യാശ്രമം. ഗാന്ധ്യാശ്രമം. എന്താ പേര് കൊടുത്തിരുന്ന? ഗാന്ധ്യാശ്രമം. കേട്ടോ. അപ്പൊ അദ്ദേഹം കണ്ടുമുട്ടുന്ന ആ സ്ഥലത്തിനാണ് ഈ പേര് കൊടുത്തത്. ഏതാ? ഗാന്ധ്യാശ്രമം എന്ന് കൊടുത്തതോ അതിന്റെ വനജാക്ഷി മന്ദിരം. ഓർത്ത് വയ്ക്കാം, വനജാക്ഷി മന്ദിരം. ക്ലിയർ ആണോ? ഓക്കെ, വനജാക്ഷി മന്ദിരം. ഈ വനജാക്ഷി എന്ന് പറയുന്നത് AK ഗോവിന്ദദാസിന്റെ മകളാണ്. മകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഏതോ വനജാക്ഷി മന്ദിരം നിർമ്മിക്കുന്നത്. ഇത് നിർമ്മിച്ച ശ്രീനാരായണ ഗുരുവിനെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആണോ? ഓർത്ത് വയ്ക്കുക, AK ഗോവിന്ദദാസിന്റെ മകളാണ് വനജാക്ഷി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഈ നമ്മുടെ ശ്രീനാരായണ ഗാന്ധിജി ഈ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി കാരണമായ ഒരു വ്യക്തിയുണ്ട്. ആരാണ് ആ വ്യക്തി? അല്ലെ, എന്തുകൊണ്ടാണ് ഈ ഗാന്ധിജി നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള കാരണം? രണ്ടാമത് വരുന്നത് വൈക്യസതീരവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും കാരണം? TK മാധവൻ. ഇടയിൽ നമ്മൾ പഠിച്ചില്ലേ? TK മാധവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? 1923 കാക്കിനട സമ്മേളനം പഠിച്ചില്ലേ? അതിന് നമ്മുടെ ഐത്തോച്ചറിന്റെ പ്രമേയം പാസ്സാക്കിയില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ TK മാധവൻ ഇമ്പോർട്ടന്റ് വരുള്ളൂ. അപ്പൊ അത് എന്താണ്? ഗാന്ധിജി കേരളത്തിലേക്ക് വരാൻ കാരണമായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതാണ് TK മാധവൻ. മറന്നു പോരുതോ? ഓർത്ത് വയ്ക്കുക, TK മാധവൻ. ക്ലിയർ. കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ഏതാണ്? ഗാന്ധ്യാശ്രമം. ഓക്കെ, ഗാന്ധ്യാശ്രമം. വേറെ വനജാക്ഷി മന്ദിരം. വനജാക്ഷി മന്ദിരം, ഗാന്ധ്യാശ്രമം. അദ്ദേഹം വന്നതിന്റെ ആ സമയത്ത് കൊടുത്ത പേരാണ് ഗാന്ധ്യാശ്രമം എന്ന് പറയുന്നത് കേട്ടോ. ഗാന്ധ്യാശ്രമം. ഇപ്പൊ വനജാക്ഷി മന്ദിരമാണ് ആ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ഈ ഗാന്ധിജി വന്നിട്ട് എവിടെയാണ് താമസിച്ചത്? ആദ്യമായിട്ട് രണ്ടാമത് വന്നിട്ട് എവിടെ താമസിച്ചു? ആശ്രമത്തിൽ താമസിച്ചില്ല. അതിനു മുമ്പേ വന്ന് വേറെ സ്ഥലത്താണ് താമസിച്ചത്. മനയല്ല, മനത്തിൽ നിന്ന് ഇറക്കി വിട്ടതിലൂടെ. ആ ഏത് മനയാണ് ഇറക്കി വിട്ടത്? ഇണ്ടംതുരുത്തി മനയെന്നാണ്. ഓക്കെ, എവിടെ താമസിച്ചെന്നറിയോ? ഇല്ല. ഓക്കെ, മുസാവരി ബംഗ്ലാവ്. എവിടെയാണ്? ഓർത്ത് വയ്ക്കാം, മുസാവരി ബംഗ്ലാവ്. ഏറ്റവും മൈന്യൂട്ട് പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. കാരണം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ചോദ്യത്തിന് ആ രീതിയിലാണ് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. എവിടെ? മുസാവരി ബംഗ്ലാവ്. വർക്കലയിലാണ് കേട്ടോ. വർക്കലയിലാണ് മുസാവരി ബംഗ്ലാവ്. അവിടെയാണ് ഗാന്ധിജി താമസിച്ചത്. ക്ലിയർ ആണോ? അന്നത്തെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഏത്? മുസാവരി ബംഗ്ലാവ്. അന്നത്തെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഏത്? മുസാവരി ബംഗ്ലാവ് എന്ന് ഓർത്തു വയ്ക്കുക. ഇന്ന് ആ മുസാവരി ബംഗ്ലാവിന്റെ പ്രത്യേകത എന്താ അറിയോ? ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയായിട്ട് ഏത് പ്രവർത്തിക്കുന്നു? മുസാവരി ബംഗ്ലാവ് പ്രവർത്തിക്കുന്നു. ഓർത്തു വയ്ക്കാം.
രണ്ടു പോയിന്റ് കിട്ടിയില്ലേ? പുതിയ പോയിന്റ് ഏതൊക്കെയാണ് കിട്ടിയതോ? മുസാവരി ബംഗ്ലാവ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു? രണ്ടാമത് വന്ന സമയത്ത് താമസിച്ച സ്ഥലമാണ് ഏത്? മുസാവരി ബംഗ്ലാവ്. അതിന്റെ പ്രത്യേകത പറഞ്ഞു, ബംഗ്ലാവിന്റെ പ്രത്യേകത പറഞ്ഞു. അന്നത്തെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഏതോ? മുസാവരി ബംഗ്ലാവ്. മുസാവരി ബംഗ്ലാവ് പിൽക്കാലത്ത് എന്തായിട്ട് മാറി? ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയായിട്ട് മാറി. ക്ലിയർ ആണോ? മറന്നു പോരുത്. ക്ലിയർ? ഓക്കെ. ഗാന്ധിജി ഇന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി, മനസ്സിൽ ഓർക്കാൻ വേണ്ടി മാത്രം പഠിച്ചു വെച്ചതായി. എന്തായിരുന്നാലും കാറിലായിരിക്കുമല്ലോ ഗാന്ധിജി വരിക. ഓക്കെ. ആദ്യമായിട്ട് കാറിൽ വന്ന് ഇറങ്ങിയ വ്യക്തിയാണെന്ന് അറിയാമോ? ആ കൂട്ടത്തിൽ, അതായത് ഈ ശിവഗിരിയിലേക്ക് കാറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിറങ്ങിയ വ്യക്തി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാൻ വേണ്ടി പഠിച്ചു വെച്ചതായി, ഓർമ്മയിൽ വെക്കാൻ വേണ്ടി. ആരെന്നറിയാമോ? സി രാജഗോപാലാചാരി. ഓക്കെ, ഓർത്തു വെക്കാം. സി രാജഗോപാലാചാരി. ആരാ വന്നത്? ആദ്യം വന്നത് ചോദിച്ചാൽ സി രാജഗോപാലാചാരി. ക്ലിയർ? അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. സന്ദർശന ഹാൾ ഉണ്ടല്ലേ? സന്ദർശന ഹാള് അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഹാൾ ഉണ്ടല്ലേ? ഹാളില് സന്നിധരായിരുന്ന പ്രധാന വ്യക്തികൾ ആരൊക്കെയെന്ന് ഓർത്തു വയ്ക്കുക. എൻ കുമാരൻ, സി വി കുഞ്ഞിരാമൻ, കെ അയ്യപ്പൻ, ഡോക്ടർ പി എൻ നാരായണൻ. ക്ലിയർ? ഓർത്തു വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ വേണ്ടി പഠിച്ചാൽ മതി. എവിടെയെങ്കിലും അവസരത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ആരൊക്കെയാണെന്ന് വെച്ചാൽ സന്ദർശന ഹാളിൽ ഉണ്ടായിരുന്ന പ്രധാന വ്യക്തികളാണ് എൻ കുമാരൻ, സി വി കുഞ്ഞിരാമൻ, കെ അയ്യപ്പൻ, ഡോക്ടർ പി എൻ നാരായണൻ. ക്ലിയർ? ഓക്കെ. ഗാന്ധി വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ കുറച്ച് പേരുണ്ട് ഇടയിൽ. ഓക്കെ. സ്വീകരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട പൂമുഖത്ത് നിന്ന കുറച്ച് പേരുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? 2 പ്രാവശ്യം കൂടെ പറയാം, നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ബോധാനന്ദ സ്വാമി ഒന്നാമത്തെ വ്യക്തി. ബോധാനന്ദ സ്വാമി. ഈ അടുത്ത പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. സത്യവ്രത സ്വാമി. കഴിഞ്ഞ ദിവസം പഠിച്ചു. എന്താ പഠിച്ചത്? ശിഷ്യന്മാർ. ഏതിൽ പങ്കെടുത്ത? വൈക്കം സത്യഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനിൽ ഒരാളാണ് സത്യവ്രത. അടുത്ത പൂർണ്ണാനന്ദ സ്വാമി. ഓക്കെ. 3 പേരാണ് ആര് ഗാന്ധിജി സ്വീകരിക്കാൻ വേണ്ടി പൂമുഖത്തുണ്ടായിരുന്നോ? ആരൊക്കെയാണോ? ബോധാനന്ദ സ്വാമി, അതുപോലെ തന്നെ സത്യവ്രത സ്വാമി, അടുത്ത പൂർണ്ണാനന്ദ സ്വാമി. ക്ലിയർ? ഒന്നുകൂടെ പറയണോടെ? ഒന്നുകൂടെ പറയണോ? പറയണ്ട. ക്ലിയർ ആണോ? ഓക്കെ. ക്ലിയർ അല്ലേ? അടുത്ത ഈ ഇവര് തമ്മിലുള്ള സംസാരമില്ലേടെ? ആരൊക്കെ തമ്മില്? ഗാന്ധിജി, ശ്രീനാരായണ ഗുരു. ഓക്കെ. ഗാന്ധിജി സാധാരണ ഇതിൽ ഏത് ഭാഷയിലായിരിക്കും സംസാരിക്കുക? ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും സംസാരിക്കുക. ശ്രീനാരായണ ഗുരു ഏത് ഭാഷയിലാണ് സംസാരിക്കുക? മലയാളം അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിലായിരിക്കും. ക്ലിയർ? അപ്പൊ അവർക്ക് തമ്മിൽ സംസാരിച്ചാൽ മനസ്സിലാവോടെ? ഇല്ല. അപ്പൊ അതിന് എന്ത് വേണം? ഒരു ദ്വിഭാഷി വേണം. ഓക്കെ, പരിഭാഷകൻ വേണം. അപ്പോ ശ്രീനാരായണ ഗുരുവും ഗാന്ധിജി തമ്മിൽ സംസാരിക്കുന്നത് പരിഭാഷപ്പെടുത്തിയത് ആരാണ്ടായി? എൻ കുമാരൻ. ആരാണ്? എൻ കുമാരൻ. അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആര്? എൻ കുമാരൻ. ഓർത്തു വയ്ക്കാം, എൻ കുമാരൻ. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് പോടെ. എന്താണ് അടുത്ത പോയിന്റ്? നമ്മളിപ്പോ എന്താ പറഞ്ഞു വന്നത്? അല്ല, നമ്മൾ എന്താ പറഞ്ഞു? നമ്മൾ പറഞ്ഞ വിഷയം അതാണ് പറഞ്ഞോണ്ടിരുന്നത് നമ്മള്. കേരളത്തില് ഗാന്ധിജി വന്നതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിന്നത്. ഓക്കെ. അപ്പൊ ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷം എന്നാണ്? 20 ഓഗസ്റ്റ് 18. ക്ലിയർ? ആദ്യമായി 5 തവണ വന്നു എന്ന് പറഞ്ഞു. ആദ്യമായി വന്നത് എന്തെന്ന് ചോദിച്ചാൽ 1920 ഓഗസ്റ്റ് 18. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നത്. ക്ലിയർ? ആദ്യമായി സന്ദർശനം നടത്തിയ സ്ഥലം, ആദ്യമായിട്ട് സന്ദർശനം നടത്തിയ സ്ഥലം കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോട്. ക്ലിയർ? ഒന്ന് എറിഞ്ഞു നോക്കിയാണ് കിട്ടി. ഓക്കെ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകുന്നതിനാണ് ഗാന്ധി കേരളത്തിൽ വന്നത്. ആദ്യമായി സന്ദർശനം നടത്തിയ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോടാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അദ്ദേഹം പ്രസംഗം നടത്തുമ്പോൾ ഏത് ഭാഷയിലേക്ക്? ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും. ആരെങ്കിലും ഒരു തർജ്ജിമ ചെയ്യാൻ ഒരാൾ വേണ്ടേ? ആരാണ്ട് തർജ്ജിമ ചെയ്തത്? കെ മാധവൻ നായർ. ക്ലിയർ? ഓക്കെ. ആരാണ് തർജ്ജിമ ചെയ്തത്? കെ മാധവൻ നായർ. മറന്നു പോകരുതോ. മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് ആരെന്ന് ചോദിച്ചാൽ കെ മാധവൻ നായർ. ഓക്കെ. ക്ലിയർ? 1920 ഓഗസ്റ്റ് 18 ഏതുമായി ബന്ധപ്പെട്ടോ? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടോ ആദ്യ സന്ദർശനം നടത്തിയതോ കോഴിക്കോട്. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നൽകിയത്, ഇദ്ദേഹത്തിന്റെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതോ കെ മാധവൻ നായർ. ഓക്കെ.
രണ്ടാമത്തെ തവണ വന്നത് 25 25 മാർച്ച് 8. മാർച്ച് 8 മുതൽ 19 വരെ കേരളത്തിലുണ്ടായിരുന്നു കേട്ടോ. 8 മുതൽ 19 വരെ കേരളത്തിലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത് വന്നത് 27 മാർച്ച് ഒക്ടോബർ 9 മുതൽ 15 വരെ. ഒക്ടോബർ 9 മുതൽ 15 വരെ. ആദ്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ച സ്ഥലം, ഗാന്ധിജി സന്ദർശനത്തിന് തുടക്കം കുറിച്ച സ്ഥലം തൃശ്ശൂർ. ഓക്കെ, എവിടെയാണ്? തൃശ്ശൂർ. ക്ലിയർ ആണോ? ഇന്നത്തെ തൃശ്ശൂരാണ്. മൂന്നാമത് കേരളത്തിൽ വന്ന ആദ്യ സന്ദർശനം നടത്തിയത് തൃശ്ശൂരാണ്. പാലക്കാട് വെച്ച് ആരുമായിട്ട് സംഭാഷണം നടത്തി? ശങ്കരാചാര്യരുമായിട്ട് സംഭാഷണം നടത്തി. ഓക്കെ, പാലക്കാട് വെച്ച് ശങ്കരാചാര്യരുമായി സംഭാഷണം നടത്തി. എത്രത്തെ തവണ വന്നപ്പോ? മൂന്നാമത്തെ തവണ. വർഷം 1927 ഒക്ടോബർ 9 മുതൽ 15 വരെ അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പോ നാലാമത് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ച ഏത് വർഷമാണ്? 34 ജനുവരി 10 മുതൽ 22 വരെ അദ്ദേഹം എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിലുണ്ട്. എന്തുമായി ബന്ധപ്പെട്ട കേരളത്തിൽ വന്നത് അറിയാമോ? അധസ്ഥിത വർഗത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് ആര് വന്നത്? ഗാന്ധിജി കേരളത്തിൽ വരുന്നത് 4ാം തവണ. ക്ലിയർ? ഈ എവിടെയാണ് ആദ്യമായി സന്ദർശിച്ചത്? എവിടെയാണ് ഏത് റെയിൽവേ സ്റ്റേഷനിലാണ് ഗാന്ധിജി ആദ്യമായി ഇറങ്ങിയത്? അറിയാമോ? ഒലവക്കോട്. ക്ലിയർ? ഓർത്ത് വയ്ക്കാം, ഒലവക്കോട്. എവിടെയാണെന്ന് ചോദിച്ചാൽ ഒലവക്കോട്. മറന്നു പോരുത്. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പോയിന്റ്, ജനുവരി 14 വടകരയിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ജനുവരി 14 വടകരയിൽ കൗമുദി എന്ന് പറഞ്ഞ ഒരാളിനെ അറിയാമോ? വളയൊക്കെ കൈ കിടന്ന സ്വർണവും വളയൊക്കെ എന്ത് ചെയ്തു? ഊരിക്കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഓർത്ത് വയ്ക്കുക, കൗമുദി സ്വന്തം വളയും സ്വർണ്ണാഭരണങ്ങളെല്ലാം ഗാന്ധിജിക്ക് കൈമാറുന്നത് എന്ന് ചോദിച്ചാൽ ജനുവരി 14 ഇവിടെ വെച്ചെന്ന് ചോദിച്ചാൽ വടകരയിൽ ഗാന്ധിജി പ്രസംഗിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഓക്കെ, ഇത് അദ്ദേഹത്തിന്റെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരാളെ സന്ദർശിക്കുന്നുണ്ട്. കോഴിക്കോട് സാമൂതിരി. ആരാണ്? കോഴിക്കോട് സാമൂതിരിയെ സന്ദർശിക്കുന്നത് 4ാം പ്രാവശ്യം കേരളത്തിൽ വരുമ്പോഴാണ്. ഓർത്ത് വയ്ക്കുക, എവിടെയാണ്? കോഴിക്കോട് സാമൂതിരി. എന്തുമായി ബന്ധപ്പെട്ട സന്ദർശിക്കുന്നത്? ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് സന്ദർശിക്കുന്നു. ക്ലിയർ? അടുത്ത ശിവഗിരിയിൽ അദ്ദേഹം വീണ്ടും വരുന്നുണ്ട്. ഏത് വർഷമാണ്? ഏത് ദിവസമാണെന്ന് അറിയോ? 4ാമത്തെ പ്രാവശ്യം വന്നപ്പോ 1934 ജനുവരി 20 ഓക്കെ, 1934 ജനുവരി 20 വർക്കലയിലെ ശിവഗിരി സന്ദർശിക്കുന്നത്. അപ്പൊ ഇതിനെന്താ പ്രത്യേകത എന്ന് അറിയാമോ? ശ്രീനാരായണ ഗുരു മരിച്ചതിന് ശേഷം ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനമാണ് 1934 ജനുവരി 20. ക്ലിയർ? മറന്നു പോരുത്. 1934 ജനുവരി 20 എന്താ? ശ്രീനാരായണ ഗുരു മരിച്ചതിന് ശേഷം ആരുടെ സന്ദർശനം? ഗാന്ധിജിയുടെ സന്ദർശനം എന്നുകൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മള് എത്ര പോയിന്റുകൾ പഠിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുക. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് കൂടെ ഓർക്കുക. ഏറ്റവും അവസാനമായി ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷം 1937 എന്തുമായി ബന്ധപ്പെട്ട് വന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ, അപ്പൊ അതിന് വേറൊരു അദ്ദേഹം പറഞ്ഞ ഒരു പാചകമുണ്ട്. എന്താണ് പറഞ്ഞത്? അങ്ങനെയല്ല, ക്ഷേത്രപ്രവേശനത്തെ പറഞ്ഞതില്ല. അദ്ദേഹത്തിന്റെ ഈ യാത്ര ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ്. ഏതാ? ഏറ്റവും അവസാനം ഗാന്ധിജി വന്നതാണ് 1937 ഡേറ്റ് ജനുവരി 12. ക്ലിയർ അല്ലേ? ഇപ്പൊ 4ാമത് കേരളത്തിലെ സന്ദർശനം നടത്തിയ ഗാന്ധിജി എന്നാണ്? 34. 5ാമത് 37. ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഒരു തീർത്ഥാടനം. എന്താ പ്രത്യേകത? അവസാനമായി ഗാന്ധിജി സന്ദർശിച്ച കേരള സന്ദർശനമാണ് 5ാമത്. പിന്നെ അടുത്ത് വേറെ ഒന്നും കൂടെ പറഞ്ഞു, പ്രത്യേകത പറഞ്ഞു. വേറെ എന്താ പ്രത്യേകത? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരള സന്ദർശനം നടത്തുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് പഴയ പോയിന്റിലേക്ക് പോവാം. പഴയ പോയിന്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ കേരളത്തിലെ മത നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റിലേക്ക് പോവാം. ക്ലിയർ? അപ്പൊ അടുത്ത് പറയേണ്ടത് നായർ സർവീസ് സൊസൈറ്റി. പറയടേ, എന്നാടേ? വർഷം 1914. ഡേറ്റ് ഒക്ടോബർ 31. 1914 ഒക്ടോബർ 31 ആദ്യ പ്രസിഡന്റ്
അവിടെ തെറ്റിപ്പോയടേ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേളപ്പൻ. ആദ്യ പ്രസിഡന്റോ ആരെന്ന് ചോദിച്ചാൽ ആദ്യ പ്രസിഡന്റോ കേളപ്പനും ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ വീണ്ടും നമ്മൾ പഴയ പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പോയിന്റ് നോക്കണം. SNDPയുടെ ആദ്യ പ്രസിഡന്റ്, സെക്രട്ടറി, NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പൻ. മാറിപ്പോയത്. NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പനും സെക്രട്ടറി SNDPയുടെ ആദ്യ പ്രസിഡന്റ് ഇതാണ്ട് തെറ്റിപ്പോണത്. ഇതാണ് നിങ്ങളുടെ മാർക്ക് കളയുന്നത്. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശൻ. NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പനും സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ മാർക്ക് പോകാൻ ഈ ഒരൊറ്റ അശ്രദ്ധ മതി. ശ്രദ്ധിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് വരുന്നത് കേട്ടോ. NSSന് വരുമ്പോൾ ആരാണ് പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ കേളപ്പനും സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. SNDP വരുമ്പോൾ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു, സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കുമാരനാശൻ. ക്ലിയർ? ഓക്കെ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ. വഴി കാണുന്ന എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യും? സംഘടന സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓർത്ത് വെച്ച് മതി. 2-3 പ്രാവശ്യം വായിച്ച് പഠിച്ചാലേ കിട്ടുള്ളൂ, ഓർമ്മ കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. കുമ്പളത്ത് സ്ഥാപിച്ചത് സന്മാർഗ പ്രദീപ സഭ. കുമ്പളത്ത് സ്ഥാപിച്ചത് ഏതാണ്? സന്മാർഗ പ്രദീപ സഭ. ഓക്കെ. കുമ്പളത്ത് സ്ഥാപിച്ചത് സന്മാർഗ പ്രദീപ സഭ. തേവരയിൽ സ്ഥാപിച്ചത് സുധർമ്മ സൂര്യോദയ സഭ. എവിടെയാണ്? തേവരയിൽ സ്ഥാപിച്ചത് സുധർമ്മ സൂര്യോദയ സഭ. കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ. അടുത്ത കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ കല്യാണി എന്ന് ഓർത്ത് വയ്ക്കുക. കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭ. ക്ലിയർ? കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭ. ക്ലിയർ? അടുത്ത വടക്കൻ പറവൂരിൽ സ്ഥാപിച്ചത് പ്രബോധ ചന്ദ്രോദയ സഭ. ഓർത്ത് വയ്ക്കുക. വടക്കൻ പറവൂരിൽ എന്താ സ്ഥാപിച്ചതോ? പ്രബോധ ചന്ദ്രോദയ സഭ. ഓക്കെ. അടുത്ത വീണ്ടും തേവരയിൽ സ്ഥാപിക്കുന്നുണ്ട് വാല സമുദായ പരിഷ്കരണി സഭ. ഓക്കെ. ഓക്കെ. ഓർത്ത് വയ്ക്കുക. തേവര 2 സ്ഥാപിച്ചു. ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കൂ. ഏതാണ്? ഒന്ന് സുധർമ്മൻ. തേവരയിലെ സുധർമ്മൻ എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭയും അതുപോലെ വാല സമുദായ പരിഷ്കരണി സഭ. ഓക്കെ. മറന്നുപോടെ. 2 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ ഓർമ്മ നിൽക്കുകയുള്ളൂ. പെട്ടെന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അടുത്ത് വൈക്കത്ത് സ്ഥാപിച്ചത് വാല സേവാ സമിതി. വൈക്കത്ത് സ്ഥാപിച്ചത് വാല സേവാ സമിതി. പറഞ്ഞു പോയത്. വൈക്കത്ത് സ്ഥാപിച്ചത് വാല സേവാ സമിതി. ക്ലിയർ? എഴുതിയാടെ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത എങ്ങണ്ടിയൂർ സ്ഥാപിച്ചത് അരയ്യ വംശോധാരണി സഭ. ഓക്കെ. എവിടെ സ്ഥാപിച്ചതോ? എങ്ങണ്ടിയൂർ സ്ഥാപിച്ചത് ഏതാണ്? അരയ്യ വംശോധാരണി സഭ. ക്ലിയർ? അടുത്ത ഇടക്കൊച്ചി സ്ഥാപിച്ചത് ജ്ഞാനോദയ സഭ. ഇടക്കൊച്ചി ഏതാണ്? ജ്ഞാനോദയ സഭ. ഓക്കെ. ഒന്നും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. കുമ്പളത്ത് സ്ഥാപിച്ചത് സന്മാർഗ പ്രദീപ സഭ. തേവരയിൽ സ്ഥാപിച്ചത് സുധർമ്മ സൂര്യോദയ സഭ. കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂർ കല്യാണദായിനി സഭ. ഓക്കെ. വടക്കൻ പറവൂരാണെങ്കിലോ പ്രബോധ ചന്ദ്രോദയ സഭ. തേവരയിൽ സ്ഥാപിച്ചതാണെങ്കിലോ വാല സമുദായ പരിഷ്കരണി സഭ. ക്ലിയർ? വൈക്കത്ത് സ്ഥാപിച്ചതാണെങ്കിലോ വാല സേവ സമിതി. ഓക്കെ. വാല സേവ സമിതി. എങ്ങണ്ടിയൂർ സ്ഥാപിച്ചത് അരയ്യ വംശോധാരണി സഭ. തലച്ചോറിന് ഓർത്ത് വെച്ച് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇടക്കൊച്ചി സ്ഥാപിച്ചത് ജ്ഞാനോദയ സഭ. ഓക്കെ. ഏതാണ്? ജ്ഞാനോദയ സഭ. ക്ലിയർ? ഓക്കെ. അടുത്ത പോയിന്റിലേക്ക് പോവാണേ. ഓർമ്മയുണ്ടോ? അടുത്ത ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ.
ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. വർഷം 1917. ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ചത് കുറുമ്പൻ ദൈവത്താൻ. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1917. ഓക്കെ, അടുത്ത ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം അറിയാമോടെ? ഇല്ല. ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവൻ. ക്ലിയർ? ആത്മബോധോദയ സംഘം സ്ഥാപിച്ച ആരെന്ന് ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവൻ. ക്ലിയർ? എല്ലാവരും പഠിക്കുമ്പോൾ മാറിപ്പോടെ? മാറിപ്പോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചങ്ങ് നോക്കാം. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം പറഞ്ഞതോ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചോ വേണമെങ്കിൽ. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചോ. 9ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ എ 1903 ശ്രീനാരായണ ഗുരുവിന്റെ ആഭിമുഖ്യത്തിൽ SNDP യോഗം രൂപീകരിച്ചു. ഓപ്ഷൻ ബി 1905 ഡോക്ടർ പൽപ്പുവാണ് സാധുജന പരിപാലന സഭ രൂപീകരിച്ചത്. ഓപ്ഷൻ സി 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായി. ഓപ്ഷൻ ഡി 1914 മന്നത്ത് പത്മനാഭനാണ് NSS. ഓക്കെ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്ന കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വന്നത്. ആദ്യം പറഞ്ഞ SNDP പറഞ്ഞു 1903 മെയ് 15 രൂപീകരിച്ചു. ആദ്യ പ്രസിഡന്റ് ആരെന്ന് പറഞ്ഞു? ശ്രീനാരായണ ഗുരു. സെക്രട്ടറി ആരെന്ന് ചോദിച്ചു? കുമാരനാശൻ എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞു മനോന്മണിയൻ സുന്ദരൻപിള്ളയുടെ സഹായത്തോടെ തൈക്കാടയെ സ്ഥാപിച്ച സംഭവം ശൈവ പ്രകാശ സഭ. ശൈവ പ്രകാശ സഭ. അത് മനോന്മണിയൻ സുന്ദരൻപിള്ളയുടെ പ്രത്യേകത പറഞ്ഞു. തിരുവാങ്കൂറിലെ MA ബിരുദധാരിയാണ് മനോന്മണിയം. ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച സംഘടനയെ കുറിച്ച് പറഞ്ഞു. ആനന്ദ മഹാസഭ. വർഷം 18. ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗി. ആദ്യ സെക്രട്ടറി T. രാമ പണിക്കർ. ക്ലിയർ? അടുത്ത് പറഞ്ഞു CMI സഭ പറഞ്ഞു. ആരാണ്? കുര്യാക്കോസ് എലിയസ് ചാവറ പറഞ്ഞു. ഓക്കെ, അദ്ദേഹം സ്ഥാപിച്ചതാണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? CMI കാർമലേറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ഓക്കെ, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ച ഏത് സംഘടനയാണ്? ഏത് പ്രസ്ഥാനമാണ്? സമത്വ സമാജം. സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. വർഷം 1836. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദ്. വർഷം 17. ഓക്കെ, നമ്മൾ മുഖപത്രം പറഞ്ഞു അഭിനവ കേരളം. ഓക്കെ, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് വർഷം 1907. സാധുജന പരിപാലക സംഘം അയ്യങ്കാളി സ്ഥാപിച്ച വർഷം 1907. ക്ലിയർ? അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ചതാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഏത് വർഷം? 1909. മുഖപത്രം പറഞ്ഞു ആദ്യാർ ദീപം. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT പട്ടിതിരിപ്പാട്. ഏത് വർഷം? 8 ജനുവരി 31. മുഖപത്രം മംഗളോദയം. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ച വർഷം 14 ഒക്ടോബർ. പ്രസിഡന്റ് തെറ്റിപ്പോയി. കേളപ്പൻ. ശ്രദ്ധിച്ചു നോക്കിയ കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പൻ. സെക്രട്ടറിയാണ് മന്നത്ത് പണ്ഡിറ്റ് കറുപ്പനുമായി ബന്ധപ്പെട്ട കുറെ സംഘടനകൾ പറഞ്ഞു. ജസ്റ്റ് 2-3 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക, മറന്നു പോകും. അതുകൊണ്ട് കുറെ പോയിന്റുകളുണ്ട്, എന്നാൽ 2-3 പഠിച്ചു വയ്ക്കുക. ഓക്കെ, കുമ്പളത്ത് സ്ഥാപിച്ചത് സന്മാർഗ പ്രദീപ സഭ. ദേവരെ സ്ഥാപിച്ചത് സൂര്യോദയ. കൊടുങ്ങല്ലൂർ സ്ഥാപിച്ചത് വടക്കൻ പറവൂർ സ്ഥാപിച്ചത് തേവരയിൽ സ്ഥാപിച്ചത് വൈക്കത്ത് സ്ഥാപിച്ചതാണെങ്കിലോ വാല സേവാ സമിതി. എങ്ങണ്ടിയൂർ ഇടക്കൊച്ചിയിലാണെങ്കിലോ? ഓക്കെ, അടുത്ത കുറുമ്പൻ ദൈവത്താൻ ഒരു സ്ഥാപിക്കുന്നുണ്ട്. ഏതാണത്? ഹിന്ദു പുലയ സമാജം. 1917. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചവരാണ് ശിവാനന്ദ. ക്ലിയർ? ബാക്കി നമ്മൾ 2-3 പോയിന്റ് പറഞ്ഞതോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോയിന്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞതോ. എന്തൊക്കെയാ പറഞ്ഞതോ? വൈക്കം സദ്യഗ്രഹവുമായി ബന്ധപ്പെട്ടോ 100 വർഷം എന്നാണ് 2024 വൈക്കം സത്യാഗ്രഹം 100 വർഷവും. അടുത്ത് ഗാന്ധിജി ശ്രീധരൻ കണ്ടുപിടിച്ചതിന്റെ 100-ാം വർഷം. ഏത് വർഷം? 2025. ഡേറ്റ്
മാർച്ച് 12. മാർച്ച് 12. ക്ലിയർ. അപ്പൊ നമുക്ക് വനജാക്ഷി മന്ദിരം പറഞ്ഞു. എന്താ വനജാക്ഷി മന്ദിരത്തിന്റെ പ്രത്യേകത? ഗാന്ധിജിയും താമസിച്ചല്ല, ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ സംസാരിച്ച സ്ഥലമാണ് ഏത്? വനജാക്ഷി മന്ദിരം. അതിന് ആ സമയത്ത് ഒരു പേര് കൊടുത്തിരുന്നു, ഗാന്ധിയാശ്രമം. ഓക്കെ, ഗാന്ധിയാശ്രമം. ക്ലിയർ ആണോ? ഓക്കെ, അദ്ദേഹം ഗാന്ധിജി വന്ന് താമസിച്ച സ്ഥലം എവിടെയാണ്? മുസാവരി ബംഗ്ലാവ്. എന്താ പ്രത്യേകത ആയിരുന്നത് മുസാവരി ബംഗ്ലാവ്? ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. നിലവിൽ എന്താണ്? ആയുർവേദ ഹോസ്പിറ്റലാണ്. ക്ലിയർ. ആദ്യമായി കാറിൽ വന്നത് ആരാണ്? അത് ജസ്റ്റ് ഓർത്ത് രാജഗോപാൽ. അപ്പൊ നമ്മൾ അത് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജിയോടൊപ്പം വന്ന വ്യക്തിയാണ് സി രാജഗോപാൽ. ക്ലിയർ. അപ്പൊ അതിൽ നിന്ന് കണക്ട് ചെയ്തൊന്ന് പഠിക്കുക. അപ്പൊ ആദ്യം വന്ന കാറിൽ ആരാണ്ടായിരുന്നു? സി രാജഗോപാൽ. ഓക്കെ, ആ സമ്മേളനം നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ സമ്മേളനം അല്ല, അവര് തമ്മിൽ സംസാരിക്കുന്ന സ്ഥലത്ത് വനജാക്ഷി മന്ദിരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു? എൻ കുമാരൻ. അടുത്ത് സി വി കുഞ്ഞാമൻ. അടുത്ത് ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത് സ്വീകരിക്കാൻ 3 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, സത്യവ്രത സ്വാമിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞു? ശിഷ്യനായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനാണ് സത്യവ്രതൻ. ക്ലിയർ ആണോ? ഗാന്ധിജി ആകെ 5 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞു. ഓരോ വർഷം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ അത് ഇത്രയും നേരം പഠിച്ചത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.